ധനമന്ത്രി KN ബാലഗോപാൽ തത്സമയം ചേരുന്നുണ്ട് നമുക്കൊപ്പം. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചതേ ഉള്ളൂ. നമ്മുടെ ക്ഷേമ പെൻഷനുകൾ എന്ന് കിട്ടും? നമുക്ക് തോന്നുന്നു ആ ശുഭവാർത്തയിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. കുടിശ്ശികയടക്കം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മൾ കൊടുത്തു തുടങ്ങുകയാണ് അല്ലേ? ഈ മാസം കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ സാധാരണ ക്ഷേമ പെൻഷന്റെ കൂടെ ഒരു കുടിശ്ശികയും കൂടി കൊടുക്കും. അങ്ങനെ 3200 രൂപ വെച്ച് ഏകദേശം 62 ലക്ഷം പേർക്ക് കിട്ടുന്ന ഒരു പെൻഷനാണ് ഈ മാസം കിട്ടുക. അപ്പോൾ അതൊരു ശുഭവാർത്ത തന്നെയാണ്. നേരത്തെ തന്നെ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. 20-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് സാധാരണ കൊടുക്കുക. ഈ ഒരാഴ്ച കൊണ്ട് അത് കിട്ടിത്തുടങ്ങുന്നതിന്റെ ഒരു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിന്റെ ഒരു സാങ്കേതികമായ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഒരാഴ്ച കൊണ്ട് ആ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തീർക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് ഇപ്പം പരിപാടി ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് തന്നെ കിട്ടും. 3200 രൂപ കിട്ടും. ഓക്കെ, അതൊരു ശുഭവാർത്തയായി പ്രേക്ഷകർക്ക് ഇരിക്കുന്നു. മെസ്സേജ് അയച്ച പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും സന്തോഷമായിട്ടുണ്ടാവും. 62 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കിട്ടുക. മിനിസ്റ്റർ, 4 വർഷം പൂർത്തിയായി 5-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഈ 4 വർഷം വളരെ ഞെരുക്കം നേരിട്ടൊരു കാലമാണ്. ഞെരുക്കമെന്ന് പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നുള്ള ഞെരുക്കം നേരിട്ടൊരു കാലം. അപ്പോഴും കൊണ്ടുപോകാൻ സാധിച്ചു. 2 കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. ഒന്ന്, പവർ കട്ടില്ലാതെ നമുക്ക് പോകാൻ സാധിച്ചു. മറ്റൊന്ന്, ട്രഷറി പൂർണ്ണമായിട്ടും അടച്ചിടാതെ എന്നാൽ പല സമയത്തും ഞെരുക്കമുണ്ടായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ 4 വർഷത്തിൻ്റെ ഈ ധനവിനിയോഗത്തെയും ധനനിയന്ത്രണത്തെയും ഒക്കെ നേരിട്ടതും അതിൻ്റെ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചതും മിനിസ്റ്റർ? ഏറ്റവും അധികം സമ്മർദ്ദം വന്നൊരു ഘട്ടമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഇത്രയേറെ സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. അതിന് കാരണം മുൻപ് ഈ ഗവൺമെന്റ് മുമ്പ് വരെ 2017 തുടങ്ങിയ GST സമ്പ്രദായം തുടങ്ങിയതോടുകൂടിയാണ് സംസ്ഥാനങ്ങളുടെ ഉള്ള വരുമാനം കൂടി ഇല്ലാതായത്. 2017 GST സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നിയമം അനുസരിച്ച് തന്നെ 5 വർഷക്കാലത്തേക്ക് സെയിൽ ടാക്സ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വാറ്റ് സമ്പ്രദായം ഉണ്ടായിരുന്ന സമയത്ത് ഓരോ വർഷത്തെയും വർധന 14% എന്നാണ് കണക്കാക്കിയത്. ആ കണക്കനുസരിച്ചുള്ള നഷ്ടപരിഹാരം തരും. അതായത് GST നടപ്പിലാക്കിയതുകൊണ്ടുള്ള ആക്ച്വൽ വരുമാനക്കുറവ് കോമ്പൻസേഷൻ വഴി തരും. ശരാശരി 12,000 കോടി രൂപയാണ് അതൊരു വർഷം കിട്ടിക്കൊണ്ടിരുന്നത്. 2022 ജൂലൈയോടുകൂടി ഇത് പൂർണ്ണമായി നിന്നു. അപ്പോൾ 12,000 കോടി രൂപ അല്ലെ 14,000 കോടി രൂപ വീണ്ടും ഓരോ വർഷവും വർദ്ധിക്കാനുള്ളത് ഇല്ലാതായി. ഇതാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന് പറ്റുന്നത്. കേരളം പോലൊരു കൺസ്യൂമർ സംസ്ഥാനത്തിന് ഇത് വലിയ തിരിച്ചടിയായി. അതിനൊപ്പം തന്നെയാണ് കേരളത്തിന്റെ വികസനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് സ്കൂൾ വേണ്ട, നിങ്ങൾക്ക് ആശുപത്രി വേണ്ട, നിങ്ങൾക്ക് ശുചിമുറി വേണ്ട, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് തന്നെ തരാനുള്ള പണം വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ഇങ്ങനെ വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായിട്ട് എല്ലാം കൂടി നോക്കുമ്പോൾ അതും കടമെടുക്കാനുള്ള അവകാശം കൂടി വെട്ടിക്കുറച്ചോടുകൂടി നമുക്ക് 57,000 കോടിയോളം ഒരു വർഷം കുറവ് വന്നു. അവിടെയാണ് നമ്മൾ നിന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്ന നല്ല കണക്കുകളുണ്ട്. കാരണം ആകെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് പൊതുവിലെടുത്താൽ ആകെ അവരുടെ ചെലവിന്റെ 53% അവർക്കുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും മറ്റു കാര്യങ്ങളോട് ചേർന്ന് വരും. 53% ഇന്ത്യൻ ആവറേജ് ആണേ. കേരളത്തിന് ഈ വർഷം കിട്ടിയത് 26% താഴെയാണ്. അപ്പൊ എത്ര ഭീമമായ തുകയാണ്. അവിടെ നമ്മൾ നേരിട്ട് സഹകരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചു. അതെ, 91,000 കോടി രൂപ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചുകൊണ്ടു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 26,000 കോടി മാത്രമാണ്. അതായത് 24,000 കോടി മാത്രമാണ്. 26.63% മറ്റോ അല്ലേ? അത് നമ്മള് ഇന്ത്യയുടെ GDP-യിൽ 4% കേരളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 4% ഉണ്ടാകുന്ന നമുക്ക് യഥാർത്ഥത്തിൽ ഞാൻ അതിന്റെ ശതമാനം തരണമെന്നൊന്നും പറയുന്നില്ല. നമുക്ക് ആകെ ഇന്ത്യയിൽ താഴോട്ട് കൊടുക്കുന്ന ഡ്യൂസി പൂളിന്റെ 1.92 കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല, ഇന്ത്യയിൽ ആകെ കേന്ദ്ര ഗവൺമെന്റ് താഴോട്ട് വിതരണം ചെയ്യുന്നത്. കേന്ദ്രത്തിന് ധാരാളം ചെലവുണ്ട്, ഡിഫൻസ് ഉൾപ്പെടെ എല്ലാത്തിനും ചെലവുണ്ടല്ലോ. ആകെ 25 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കായി കൊടുക്കുന്നത്. അതിന്റെ 3% കിട്ടുകയാണെങ്കിൽ നമുക്ക് 75,000 കോടി കിട്ടണ്ടേ? നമുക്ക് കിട്ടുന്നത് എല്ലാം കൂടി കൂടിയാൽ, അതായത് കേന്ദ്ര CSS സ്കീം ഉൾപ്പെടെ എല്ലാം കൂടെ കൂടിയാൽ 35,000 കോടിക്കപ്പുറം പോകുന്നില്ല പറയുന്നത്. അത്രയും വലിയ വ്യത്യാസമാണ്. അത് ഇപ്പൊ ഏറ്റവും ഭീമമായ കുറവ് വന്നത് ഈ വർഷങ്ങളിലാണ്. ഞാൻ പറഞ്ഞല്ലോ 26% താഴെയുള്ളൂ. ഇന്ത്യയിൽ 53 രൂപ അവരുടെ ആകെ 100 രൂപ ചെലവിന് 53 രൂപ ഇതുപോലുള്ള വിഹിതങ്ങളിൽ കിട്ടുമ്പോൾ കേരളത്തിന് 26 രൂപയെ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 25 രൂപയെ കിട്ടുന്നുള്ളൂ. ആ കുറവുള്ളപ്പോഴാണ് നമ്മൾ ഇത്രയും മാനേജ് ചെയ്ത് പോയത്. അത് നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചിട്ടൊക്കെയാണ്. പക്ഷേ അതൊരു പൂർണ്ണമായ അളവിലുള്ള വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം
കേന്ദ്രത്തിന്റെ നമുക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാതെ എങ്ങനെയാണ് ഓരോ മലയാളിക്കും ഓരോ കേരളീയനും കിട്ടേണ്ട കൃത്യമായി അവർക്ക് കിട്ടേണ്ട എത്രയോ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഈ പരിമിതിക്കകത്ത് നമ്മൾ ഈ ക്ഷേമപ്രവർത്തനവും സർക്കാരിന്റെ സംവിധാനവും വിഴിഞ്ഞം പോലെയും നാഷണൽ ഹൈവേ പോലെ ഇപ്പൊ നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് തൊട്ടുമുമ്പ് നാഷണൽ ഹൈവേ ആണ് ഹെഡ്ലൈൻസ്. ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടാക്കുന്ന ടോൾ റോഡിന് പണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഭൂമി എടുത്തു കൊടുത്തില്ലെങ്കിൽ പണിയില്ല എന്ന് പറഞ്ഞത് ഉൾപ്പെടെ നേരിടേണ്ടി വന്ന ഒരു സർക്കാരാണ്. അതിനും നമ്മൾ പണം കൊടുത്തു. ഈ ബുദ്ധിമുട്ടിനകത്ത് എല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോവാണ്. കേരളം നമ്പർ 1 ആയി നിൽക്കുന്നത് ഈ പരിമിതി അവരുണ്ടാക്കുമ്പോഴും അതിനകത്ത് നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. നമ്പർ 1 ഞാൻ പറഞ്ഞതല്ല, നീതി ആയോഗ് പറഞ്ഞതാണ് നമ്പർ 1 പല മേഖലയിലെയും നമുക്ക് റാങ്കിങ്. ഇപ്പോൾ മിനിസ്റ്റർ കഴിഞ്ഞ 4 വർഷത്തെ നേട്ടമായിട്ട് മിനിസ്റ്ററോട് ചോദിച്ചാൽ മിനിസ്റ്റർക്ക് ഒരു ആത്മസംതൃപ്തി നൽകുന്നത് ഈ ധനകാര്യ വകുപ്പിൽ എന്താണ്? ട്രഷറി പൂട്ടിയിടാഞ്ഞതാണോ? ഈ നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചതാണോ? സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക ഞെരുക്കമുണ്ടാവുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം നീക്കിവെക്കാൻ സാധിച്ചു എന്നതാണോ? ക്ഷേമ പെൻഷനുകൾ ഈ കുടിശ്ശിക ഓരോന്നായിട്ട് കൊടുത്തു തീർക്കുന്നു എന്നുള്ള ആത്മവിശ്വാസമാണോ? എന്താണ് ആ ഒരു ഹൈലൈറ്റ് എന്താണ് മിനിസ്റ്റർ? 3-4 കാര്യങ്ങൾ പറയാതെ ഏതായാലും ഒരു പോയിന്റ് കൊണ്ട് മാത്രം നമുക്ക് ഹൈലൈറ്റ് ആവില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പ്രതിസന്ധിയിൽ നമ്മൾ നിന്നു പോകുമെന്നുള്ള അവസ്ഥയിൽ പിടിച്ചു കയറി നമ്മുടെ വരുമാനം ഇരട്ടി കണ്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അത് ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ പ്രതിസന്ധിയിൽ തളർന്നു പോയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രഷറി അടച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷമൊക്കെ പ്ലാനൊക്കെ കട്ട് ചെയ്ത് പൈസ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഇതെല്ലാം കൊടുക്കാൻ പറ്റി. ക്ഷേമ പെൻഷൻ നമ്മുടെ മാത്രമാണ് ഇത്രയും വലിയൊരു ക്ഷേമ പെൻഷൻ ഇന്ത്യയിലുള്ളത്. അത് നമുക്ക് ഒരു 3-5 മാസത്തെ കുടിശ്ശിക വന്നത് ഉൾപ്പെടെ ഇപ്പം ഈ മാസം കൂടെ കഴിഞ്ഞാൽ 2 മാസത്തെ കുടിശ്ശിക മാത്രമായിട്ട് ചുരുക്കി ആശുപത്രി സമ്പ്രദായം, ഇൻഷുറൻസ് തുടങ്ങിയെല്ലാം നടക്കുന്നു. അതിനൊപ്പം ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതികൾ ഈ സമയത്ത് നടപ്പാക്കാൻ കഴിഞ്ഞു. 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് തുടങ്ങിയ കിഫ്ബിയും മറ്റു കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ ആ കിഫ്ബിയുടെ ലോണും സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിനകത്തുനിന്ന് ആക്കി മാറ്റി. ലോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ 12,000 കോടി രൂപ കിഫ്ബിയുടെ മാത്രം അഡീഷണൽ ബർഡൻ വന്നു. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് പദ്ധതികൾ 10-70,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു, പണി തുടങ്ങിയതേ ഉള്ളൂ. 10,000 കോടിയാണ് അന്ന് ചെലവാക്കിയത്. ബാക്കി മുഴുവൻ പണവും ചെലവാക്കേണ്ടി വന്നത് ഈ ഗവൺമെന്റ് കാലത്താണ്. ശമ്പള പരിഷ്കരണം ഇന്ത്യയിൽ ആകെ ഈ കോവിഡ് സമയത്ത് കൊടുത്തത് നമ്മളാണ്. അത് കൊടുക്കേണ്ടി വന്ന ഈ ഗവൺമെന്റാണ്. ഇതെല്ലാം കൊടുത്തിട്ടും നമ്മൾ മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ഭാവി കേരളത്തിന്റെ ഏറ്റവും വലിയ പദ്ധതികളായിട്ടുള്ള വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ തരാതിരുന്നിട്ട് പോലും പൂർത്തീകരിച്ചു. അതിന്റെയും 80% ചെലവും വഹിച്ചത് ഈ 4 വർഷക്കാലത്താണ്. നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ 6,000 കോടി 5,800 ചില്ലാനും കോടി നമ്മൾ കൊടുത്തതുകൊണ്ടാണ് നാഷണൽ ഹൈവേ പൂർത്തീകരിക്കാൻ പോകുന്നത്. ടെക്നിക്കലായ പോരായ്മകളും മറ്റുമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി പരിഹരിക്കും. അവരാണത് ചെയ്യുന്നത്. ഗവൺമെന്റ് അതിനകത്തൊരു കാര്യവും ചെയ്യുന്നില്ല നേരിട്ട് നിർമ്മാണത്തിൽ. അപ്പോൾ ഈ നല്ല റോഡുകളും അടിസ്ഥാന സൗകര്യവും എല്ലാം ചെയ്തു. അത് ഒന്നാമത്തെ വരുമാനം തകർത്ത് നമ്മളെ നോക്കാൻ നോക്കി വരുമാനം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റി. നമ്മുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയും വികസന കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ജീവനക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റി. ഈ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റം. അടുത്തൊരു 10, 100, 200 കൊല്ലത്തേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കിയത് LDF സർക്കാരാണ്, പിണറായി സർക്കാരാണ്. അതിന് ഞങ്ങൾക്കൊക്കെ അതിന്റെ പങ്ക് വഹിക്കാൻ പറ്റി. നമ്മുടെ ഈ കാലത്ത് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ. ഈ മിനിസ്റ്റർ, സാധാരണ ആളുകൾക്ക് ഒരു സംശയമുള്ളത്, ഈ കിഫ്ബി അടക്കം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത് വലിയ തിരിച്ചടിയായി എന്ന് നമ്മളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും കിഫ്ബിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോഴും കിഫ്ബിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഫ്ബിയുടെ നിലവിലത്തെ ഒരു അവസ്ഥ എന്താണ് മിനിസ്റ്റർ? കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ വലിയ തടസ്സമുണ്ടാക്കാനുള്ള ഇടപെടൽ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ കിഫ്ബി ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത്. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 80,000-90,000 കോടിയുടെ പദ്ധതികൾ പലതും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതും പുതിയ വ്യവസായ പാർക്ക് വരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ എറണാകുളത്തുനിന്ന് കൊച്ചിയിൽ നിന്നുള്ള ബാംഗ്ലൂർ ഇടനാഴി, അതിൽ തന്നെ 13,000 ഏക്കർ എടുത്തു കഴിഞ്ഞു. കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്കുള്ള വ്യവസായ ഇടനാഴി 5,000-ഓളം ഏക്കറാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട് പല പദ്ധതികൾക്കായിട്ട് ഏറ്റെടുക്കുന്നത്. ഇപ്പോഴും ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. റോഡുകളുടെ കാര്യത്തിൽ, നല്ല പാലങ്ങളുടെ കാര്യത്തിൽ, നല്ല സ്കൂളുകളുടെ കാര്യത്തിൽ, ആശുപത്രിയുടെ കാര്യത്തിൽ ഇതൊന്നും പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അതും കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ബോറോയിങ്ങി വരുന്നു. ഏകദേശം 12,000 കോടി രൂപ ഒരു വർഷം കിഫ്ബിയുടെ കാര്യത്തിൽ ഇവർ ഈ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് ലഭിക്കാതെ വരുന്നു വരുമാനം. അതിനൊപ്പമാണ് ഈ നിങ്ങൾക്കറിയുന്നതാണ്, കിഫ്ബിയുടെ പേരിലെടുത്ത 4,710 കോടി രൂപ ഈ വർഷത്തെയും അവർ നമുക്ക് തരേണ്ട ബോറോയിങ്ങിന് വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മളെ തകർത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ ആകെ തടയാൻ പറ്റിയിട്ടില്ല. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സർക്കാർ. അവിടെയാണ്
നമുക്ക് ഏറ്റവും വലിയ ഒരു ചലഞ്ച് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്. അത് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇനി കിട്ടാനുള്ള വലിയ കുടിശ്ശിക, കേന്ദ്രത്തിൽ തരാനുള്ള പണം, അത് നമുക്ക് നേടിയെടുത്തേ പറ്റൂ. കാരണം അത് ഇവിടുത്തെ ജനിക്കുന്ന കൊച്ചു കുഞ്ഞിന് ഉൾപ്പെടെ അവകാശപ്പെട്ട പണമാണ്. ഇന്ത്യയിൽ നമുക്ക് അർഹമായ തുക കിട്ടണം എന്നുള്ളത് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കിട്ടുമെന്ന് ഒരു സംശയം കൂടി ചോദിക്കട്ടെ മിനിസ്റ്റർ, ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുന്നൊരു സമയമാവുന്നുണ്ടോ? നമ്മൾ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുൻപ് അതിലേക്കൊക്കെ കടക്കുമോ? നമുക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ പറയുന്നത് ഗ്രാന്റ് മാത്രം ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്ന വർഷം കിട്ടിയത് 33,000 കോടി രൂപയാണ്. ഈ വർഷം തൊട്ടു മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറിൽ അത് 6,000 കോടി രൂപയായി കുറഞ്ഞു. അത് മാത്രം 27,000 കോടിയാണ് തൊട്ടു മുമ്പത്തെ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കുറഞ്ഞത്. പിന്നെ മറ്റ് ടാക്സിന്റെ വിഹിതവും ടാക്സിന്റെ ഡിവിഷനും ഒക്കെ കുറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനിരുന്നത്. ആ കാൽക്കുലേഷൻ വെച്ച് മുന്നോട്ട് പോകുമ്പം ഇത്രയേറെ വെട്ടിക്കുറച്ചതിന്റെ പ്രശ്നമുണ്ട്. എങ്കിലും ഗവൺമെന്റ് പരമാവധി കമ്മിറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും ഒക്കെ ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ആ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷൻ, ഒരു ഗിവൺ സിറ്റുവേഷനിലായിരുന്നു. ആ സിറ്റുവേഷനിൽ നിന്ന് ഇത്രയും വെട്ടിക്കുറവുണ്ടായപ്പോൾ ഉണ്ടാകുന്ന പരിമിതി ഉണ്ടാവും. എന്നാലും പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ശ്രമിക്കും. അതിനപ്പുറത്തുള്ള ഒരു അഷുറൻസോ മറ്റു കാര്യങ്ങളോ ഇപ്പൊ പറയാവുന്ന ഒരു സ്ഥിതിയിലല്ല. ഒരു കാര്യം കൂടി, നമ്മൾ ഈ കുടിശ്ശികയുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുമല്ലോ, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഒരു നയാ പൈസ പോലും കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശിക കൂടി കൊടുക്കുന്നത്. ഈ മാസത്തെ പെൻഷൻ അത് 100% പറയാൻ പറ്റും. അത് 100% പറയാൻ പറ്റും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ നൽകിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, റൂൾ 300 നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞതാണ്. അതിനകത്ത് DAയുടെ ചില കാര്യങ്ങൾ, ഇതിന്റെ കാര്യങ്ങൾ ഉറപ്പായിട്ടും അതിനകത്തൊരു വ്യത്യാസം വരില്ല. അത് മുഴുവൻ കൊടുത്തു തീർക്കും. ഈ പറഞ്ഞ ഈ 2 കുടിശ്ശികയും കൂടെ ഇനി വരും. ഇപ്പൊ 3 കുടിശ്ശിക കൊടുത്തു തീർത്തു, അത് കൊടുത്തു തീർക്കും. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയുള്ള ഒരു വർഷം കൂടി കുറച്ചുകൂടി കർമ്മനിരതമാവുക. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. മിനിസ്റ്റർ KN ബാലഗോപാലാണ് ധനമന്ത്രി നമുക്കൊപ്പം ചേർന്നത്. 100% ഉറപ്പ് നൽകുന്നു. ഈ സർക്കാർ പോകുന്നതിന് മുൻപ് കുടിശ്ശികയുള്ള ബാക്കി ഒരു കുടിശ്ശിക കൂടി ഈ മാസം കിട്ടാൻ പോവുകയാണ്. ബാക്കിയുള്ള കുടിശ്ശിക കൂടി വരുന്ന മാസങ്ങളിൽ കൊടുത്തു തീർക്കുമെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ട്രഷറി പൂട്ടിയിടാതെ പോയി അടിസ്ഥാന വികസന പദ്ധതികൾക്ക് പണം നീക്കിവെക്കാൻ സാധിച്ചു. അത് സാമ്പത്തിക ആസൂത്രണത്തിന്റെ മേന്മയാണ് എന്നാണ് ധനമന്ത്രി ഇപ്പോൾ KN ബാലഗോപാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിച്ചിരിക്കുന്നത്.